ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നത് സത്യമാണ്. ആ LDF-നെ CPM-നെ കേരളത്തിൽ ഇല്ലാതാക്കിയാൽ അതിന്റെ ഗുണഭോക്താവായി മാറുന്നത് BJP ആണോ എന്നറിയാതെയല്ല CPM-നെ തകർക്കാൻ കടുത്ത കടന്നാക്രമണത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടവും കേരളത്തിന്റെ ഭരണകൂടവും കടന്നിരിക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് ആവശ്യപ്പെട്ടത് അത് നടപ്പാക്കി കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സഖാവ് പിണറായിയുടെ വാടക വീട്ടിലാണ് ED-യുടെ റെയ്ഡ്. 10 കൊല്ലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് തലസ്ഥാനത്ത് ഒരു വീടില്ല. എന്തുകൊണ്ട് വാടക വീട്? അത് തന്നെയല്ലേ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവർക്ക് തിരുവനന്തപുരത്ത് വീടില്ലാത്തവരുണ്ടോ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് എത്ര വീടുകളുണ്ട്? ഏത് കണക്കാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്? ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ റെയ്ഡ് നടക്കുമ്പോൾ എന്താണ് കേസ്? ഏതെങ്കിലും ED-യുടെ കേസ് പിണറായിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് 1 മിനിറ്റ് നേരം അദ്ദേഹത്തെ തടഞ്ഞു വെക്കാനുള്ള യാതൊരു നിയമ നടപടിക്കും അധികാരമെന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു ഏജൻസിക്കുമില്ല. അത് ED-ക്കുമില്ല. നിങ്ങൾ മുന്നോട്ട് പോകരുത്, ഇവിടെ ഇടിക്കൂ എന്ന് പറയാനുള്ള ഒരു കേസ്, ഏതെങ്കിലും ഒരു വസ്തുത ED-യുടെ മുമ്പിലുണ്ടോ? ഏതെങ്കിലും അന്വേഷണ ഓഫീസർമാരുടെ മുമ്പിലുണ്ടോ? ഒരു വസ്തുതയില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ 6 മണിക്കൂർ 8 മണിക്കൂർ വീട്ടുതടങ്കിലാക്കിയിരിക്കുന്നു. 10 കൊല്ലം നടക്കാത്ത ഞങ്ങൾ നടത്തിയിരിക്കുന്നു. സതീശന് ഒരു പിന്തുണ കൊടുത്തിരിക്കുന്നു. നരേന്ദ്രമോദി നടപ്പാക്കി കൊടുത്തിരിക്കുന്നു. എന്ത് കാര്യത്തിനാണ്? ഏത് ചോദ്യത്തിനാണ് സഖാവ് പിണറായി വിജയൻ ഉത്തരം പറയേണ്ടത്? 10 കൊല്ലത്തിനുള്ളിൽ ഈ എന്തെങ്കിലും ഒരു സഹായം ഈ ഗവൺമെന്റ് ചെയ്തതായി ഒരു കീറ്റക്കടലാസ് പോലും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കുഴൽനാടൻ കേസിലെ 3 കോടതികളുടെ വിധി. അപ്പൊ പിണറായി കിട്ടി, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു കളങ്കവുമില്ല. ഇങ്ങനെ വിധി കിട്ടിയൊരു കേസിലാണ് പിണറായി വിജയനെ വളഞ്ഞു പിടിക്കാൻ വഴി നോക്കിയിരിക്കുന്നത്. അങ്ങനെ 6 മണിക്കൂറോ 8 മണിക്കൂറോ പിണറായി വിജയനെ വീട്ടിൽ നടക്കാതെ അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ, അധികാരപ്രയോഗത്തിന്റെ ഭാഗമായി ചെയ്താൽ, വീട്ടിനകത്ത് തടങ്കലിലാക്കി വെച്ചാൽ വസ്തുതയല്ലാതാകുന്നു. റെയ്ഡ് ചെയ്തിട്ട് എന്നാ കിട്ടുമെന്നാ പറഞ്ഞത്? ED റെയ്ഡ് ചെയ്തിട്ട് എന്നാ കിട്ടുമെന്നാ പറഞ്ഞത്? കൊലക്ക. എന്ത് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ് അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ പോണത്? ED-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസുണ്ടോ? മുമ്പൊരു കേസുമായി വന്നത് എക്സാലോജി. ആ കേസുമായിട്ട് വന്നപ്പോൾ അത് വേറെ ഓരോ കമ്പനികളായിരുന്നു. ആരാണത്? ഫ്രോഡ് കണ്ടുപിടിക്കുന്ന ഒരു അതോറിറ്റി. അവർ വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? കൃത്യമായിട്ട് മനസ്സിലായി, ടാക്സ് കൊടുത്തിട്ട് അക്കൗണ്ട് വഴി 2 കമ്പനികൾ നടത്തിയ ട്രാൻസാക്ഷൻ അപ്പുറത്തൊന്നുമില്ല. അപ്പൊ പിടിക്കാൻ പറ്റുമോ? ഈ കാര്യം രേഖാപരമായി ടാക്സ് എടുത്തൊരു ബിസിനസ് നടത്തിയാൽ എന്തിന് ED റെയ്ഡ്? ഈ മുഴുവൻ കടലാസ് ED ഓഫീസിൽ കൊടുത്തിട്ടില്ലേ? ED ഓഫീസിൽ കിട്ടാത്ത ഏത് കടലാസിന് വേണ്ടിയ റെയ്ഡ്? 3 കോടതി കൊടുക്കാത്ത ഏത് കടലാസിന് വേണ്ടിയ റെയ്ഡ്? റെയ്ഡ് നാടകമാണ്. അവിടെ ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് ചോദ്യം ചോദിച്ചു, പിണറായി വേർത്തു എന്ന വേർക്കാൻ. ഏത് കടലാസാണ് വേണ്ടത്? ഏത് കടലാസ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലില്ലാത്തത്? ഏത് കടലാസാണ് കോടതി കിട്ടാത്തത്? ഇനി എന്താണ്? കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കടത്താം. പണം കടത്തിയാൽ റെയ്ഡ് നടത്തേണ്ടത് പുതുപ്പള്ളിയിലല്ലേ? പണം നടത്തിയാൽ റെയ്ഡ് നടത്തേണ്ടത് പാലാരി വട്ടത്തിന്റെ അഴിമതി നടത്തിയ ഇബ്രാഹിമിന്റെ മകൻ മന്ത്രിയല്ലേ? ലീഗിന്റെ മന്ത്രിയല്ലേ? ചാണ്ടിയുമ്മനുമാർ ലീഗിന്റെ മന്ത്രി എന്ന് ഉത്തരം പറഞ്ഞ് അവരുടെ പിതാക്കന്മാരുടെ അഭിനന്ദ പിതാക്കന്മാരുടെ കാലത്ത് കരിമണൽ കമ്പനിയിൽ നിന്ന് ലോഡ് കണക്കിന് കള്ളപ്പണം കൊണ്ടുപോയില്ലേ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കള്ളപ്പണം കൊണ്ടുപോയില്ലേ? സമ്മതിച്ചില്ലേ? അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം കൊണ്ടുപോയി. കണ്ടോ? കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെന്താ? പണം കിട്ടി, പണം കിട്ടി, കള്ളപ്പണം കിട്ടി, കള്ളപ്പണം കിട്ടി എന്ന് പറഞ്ഞവന്റെ വീട്ടിൽ റെയ്ഡില്ല. പറഞ്ഞവന്റെ മന്ത്രിമന്ദിരത്തിൽ റെയ്ഡില്ല. പിണറായി വിജയന്റെ വാടക വീട്ടിൽ റെയ്ഡ്. യഥാർത്ഥത്തിൽ പണം കിട്ടിയെന്ന് പറഞ്ഞവരോട് ചോദിച്ചോ? കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചോ? ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ചോദിച്ചോ? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകനോട് ചോദിച്ചോ? കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചോ? എന്താ ചോദിക്കാത്തത്?
ഇതാണ് UDF-ഉം BJP-യും സഖ്യകക്ഷികളാണ്. മുസ്ലിം ലീഗും BJP-യും കോൺഗ്രസും സഖ്യകക്ഷികളാണ്. ഇടതുപക്ഷ അഴിമതിക്കാർ 10 കൊല്ലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൽ ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതി നടത്തിയോ? ഏതെങ്കിലും ഒരു പരാതി എന്തിനുണ്ടോ? പക്ഷേ LDF-നെ പരാജയപ്പെട്ട LDF-നെ കളഞ്ചിത സ്ഥാനത്ത് നിർത്താനൊരു കള്ളക്കളി ഞങ്ങളെ തലമുറ വിചാരിച്ചു. ഈ റെയ്ഡ് കഴിഞ്ഞാൽ എന്ത് കിട്ടിയെന്ന് റെയ്ഡ് നടത്തുമെന്നവർ പറയണം. നരേന്ദ്രമോദി പറയണം. സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശൻ പറയണം എന്നെ കിട്ടി. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ എന്നെ കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിന്റെ ലക്ഷക്കണക്കിന് മനുഷ്യരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സൂര്യശോഭയുടെ തലയുയർത്ത് വരും. 1000 റോഡുകൾ കഴിഞ്ഞാലും എന്നെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഒരു കളങ്കവും ഉണ്ടാവില്ല, ഒരു കളങ്കവും ഉണ്ടായിട്ടില്ല. അതാണ് ഞങ്ങളുടെ അഭിമാന ബോധം. എന്നാൽ UDF-ന്റെ കയ്യിലോ UDF നേതാക്കന്മാരുടെ കയ്യിലോ സഖാവ് പിണറായി വിജയൻ പറഞ്ഞു കള്ളത്തരത്തിൽ രേഖയുണ്ടാക്കി എന്റെ പേര് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അറ്റത്ത് എഴുതി വെച്ചാൽ ഞാനാവില്ല. കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത്? ചക്രം കിട്ടി. ആരൊക്കെയാ പണം വാങ്ങാത്തത്? കരിവെള്ള കമ്പനിയിൽ നിന്ന്. ഇനി AK ആന്റണി ജീവിച്ചിരിപ്പുണ്ടല്ലോ. 2003 AK ആന്റണി ഈ കരിമണ കമ്പനിക്ക് കരിമണലുകൾ നടത്താൻ ലൈസൻസ് കൊടുത്ത് മറന്നുപോയോ? ഞങ്ങൾ തുടങ്ങാം. കോൺഗ്രസുകാരോട് പറയുകയാണ്, ഞങ്ങൾ തുടങ്ങാം.